എന്താ വേണ്ട? ഒരു കോഫി വേണം. കോഫി. ചക്കപ്പഴത്തിന് മണമുണ്ടോ? ഒരു കോഫി തരാ. മണം കിട്ടുന്നുണ്ട് ചക്കപ്പഴത്തിന്റെ? ഇല്ല. കോഫി അല്ലേ? അപ്പൊ എനിക്കൊരു ചായ. ആ എടാ എന്നാ. ഞാൻ ചോദിച്ചത് കോഫിയാണ് അബു. ഞാൻ ചായല്ലോ. ഇതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയാ പോരെ? ഇത്രയേ ഉള്ളൂ. മതി മതി. എന്താണ് പോയി? മാധവ് ഡാ, ഇച്ചായം വന്ന് വിളിച്ചു, ഞങ്ങൾ പോയി. അത് ഇത്ര വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമൊന്നുമില്ല. ആര് ഇഷ്യൂ ആക്കി? അത് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മളെ ബാധിക്കുന്നില്ല. എടാ പ്രിയ ഇത് ഇത്ര ഇമോഷണൽ ആയിട്ട് ഡീൽ ചെയ്തുകൊണ്ടാണ് സംഗതി ഇത്ര വഷളായത്. അന്നേം ഡീൽ ചെയ്തത് വളരെ ഇമ്മച്ചുവേർഡായിട്ട് എനിക്ക് തോന്നിയത്. ഓഹോ, തർക്കിക്കാൻ ഞാനില്ല. എനിക്കും തർക്കിക്കാൻ ഒരു താല്പര്യമില്ല. ആ പ്ലാവ് ഞാനും കുറിച്ചേക്കാം, അപ്പൊ പ്രശ്നം തീർന്നല്ലോ. അതായിരിക്കും രണ്ടു കൂട്ടർക്കും നല്ലത്. അതല്ല മാധവ് നല്ലത്. അത് മുറിക്കണ്ട, അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് പറയുന്നതാണ് നല്ലത്. തത്വമൊക്കെ പറയാൻ ഭയങ്കര എളുപ്പമാണ് ചെറിയ. അനുഭവത്തിൽ വരുമ്പോ നമ്മളൊക്കെ പഠിക്കുള്ളൂ. ആ ആയിക്കോട്ടെ, ഏതായാലും രണ്ടല്ലേ പറ്റിയുള്ള തർക്കം വേണ്ട, അതങ്ങ് മുറിച്ചേക്കാം. ആ ദേ നിങ്ങൾ രണ്ടാളും ജയമോ സാറ് വിളിക്കുന്നുണ്ട്, പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. സർ ആ ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഫാബ്രിക് ഒന്ന് മാറ്റി പിടിക്കാം. മറൈൻ ഡ്രൈവിൽ ചക്ക മഹോത്സവം നടക്കുക കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ. നമ്മുടെ സ്പോൺസർ തന്നെ അതിന്റെ സ്പോൺസർ. ഇനി മുതൽ ഒരാഴ്ചത്തേക്ക് ഈ ചക്ക മഹോത്സവമാണ് നമ്മുടെ ഫാബ്രിക്. തുടങ്ങിക്കോ. ചക്കയാ സർ? ചക്ക വേണ്ട സർ. സാർ നമുക്കൊരു മാങ്ങ വല്ലതും പിടിക്കാം. മാങ്ങയില്ലെങ്കിൽ കുഴപ്പമില്ല, വല്ല തേങ്ങ. ചക്കപ്പഴത്തിന് വരും തേങ്ങപ്പഴം. ആ ഞാൻ എന്റെ സ്പോൺസർ പറഞ്ഞതിന്റെ അപ്പുറം വേറെ ഒന്നും ചെയ്യില്ല. സാർ ഈ ചക്കക്കുരു ഭയങ്കര ചീപ്പ് ഫാബ്രിക് ആണ് സാർ. ഞാൻ നിങ്ങളോട് ചക്ക വിഴുങ്ങാനല്ലോ പറഞ്ഞത്, പരിപാടി വിഴുങ്ങാനല്ലേ പറഞ്ഞത്. ചെല് ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്, പോയി പ്ലാൻ ചെയ്യും. ചെല്. മധുരം കട്ട. സാറിന് ചക്കയുടെ മണം കിട്ടുന്നുണ്ടോ? എനിക്കും കിട്ടി. എനിക്ക് മണത്തോ? മണമുണ്ട്. ചായക്ക അല്ല ചക്കയ്ക്ക്. ചക്കയ്ക്ക് പോ. ഗുഡ് മോർണിംഗ് കൊച്ചി. നിങ്ങളുടെ ഏവരുടെയും പ്രിയപ്പെട്ട ഷോ ആയ ഹലോ FM-ന്റെ ഹലോ നമസ്തയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ഫേവറേറ്റ് ജെറി, മോസ്റ്റ് ഫേവറേറ്റ് RJ മാധവ്, എന്റെ എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനെയും ഹലോ നമസ്തയിലേക്ക് ഒരു തവണ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത് വളരെ രസകരമായ ഒരു സ്ഥലത്തേക്കാണ്. എവിടേക്കാണ് മാധവ്? മെറൈൻ ഡ്രൈവിലേക്ക്. അവിടെ നടക്കുന്നത് ചക്ക മഹോത്സവമാണ്. ചക്ക മഹോത്സവം സുഹൃത്തുക്കളെ, നമ്മുടെ കേരളത്തിൽ ആദ്യമായി കൊച്ചിയിൽ അതാ നടക്കുന്നു ചക്ക മഹോത്സവം. ചക്കയെ പറ്റി പറയുകയാണെങ്കിൽ ചക്ക മലയാളികളുടെ ഇഷ്ട വിഭവമാണ്. ചക്കയട, ചക്ക പായസം, ചക്ക അവിയൽ, ചക്ക വരട്ടിയത്, ചക്കത്തോരൻ, ചക്ക പുഴുക്ക്, ഇങ്ങനെ ഒരുപാട് രസകരമായ വിഭവങ്ങൾ നമ്മൾ ചക്കയിൽ നിന്നുണ്ടാക്കുന്നു. അതേപോലെ പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യമുണ്ട്. മാധവന്റെ വൈഫ് പ്രിയ വളരെ നല്ലൊരു ബേക്കറാണ്. അവർ വളരെ നന്നായിട്ട് ചക്ക കേക്ക് ഉണ്ടാക്കുന്നതാണ്. അതെ, ബേക്കർ ആവുക എന്നുള്ളതും ചക്ക കൊണ്ട് കേക്ക് ഉണ്ടാക്കുക എന്നുള്ളതും അതൊരു ക്വാളിറ്റിയാണ്. ഒരുപക്ഷെ അത് കഴിക്കാനുള്ള ഭാഗ്യം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് ഉണ്ടായിട്ടുണ്ടാവില്ല. നമുക്ക് മാറ്ററിലേക്ക് തിരികെ വരാം. ചക്ക മഹോത്സവം. അതിനോടനുബന്ധിച്ച് ഞാൻ ഏവരോടും റിക്വസ്റ്റ് ചെയ്യാണ്, എല്ലാവരുടെയും വീട്ടിലൊരു ഒരു ചക്കക്കുരു നടുക. അതൊരു പ്ലാവാകട്ടെ, കേരളം ഒരു പ്ലാവളമാകട്ടെ. ചക്കക്കുരു നടുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക. ചക്കക്കുരു കുഴിച്ചിട്ട് അത് വലുതായി ഒരു പ്ലാവാകുമ്പോൾ ഒരു കാരണവശാലും നിങ്ങളുടെ അയൽവാസി ബുദ്ധിമുട്ടരുത്. അദ്ദേഹത്തിന്റെ ജീവിതം ഒരിക്കലും നിങ്ങൾ താറുമാറാക്കരുത് എന്ന് പറയാൻ പാടില്ല. ഒരു തെറ്റായ പ്രയോഗമാണ്, അതങ്ങനെ പറയാൻ പാടില്ല. അതിലേക്ക് നമുക്ക് പിന്നീട് കടക്കാം. പ്ലാവിലെ നമ്മൾ നൊസ്റ്റാൾജിയാണ്. പ്ലാവിലുണ്ട് കുമ്പിള് കുത്തി കഞ്ഞി കുടിക്കാത്തവരെ ആരുണ്ട് സുഹൃത്തുക്കളെ? അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ചെറുപ്പത്തിൽ നമുക്ക് നമ്മുടെ അച്ഛനപ്പന്മാര് തൊപ്പി ഉണ്ടാക്കി, പ്ലാവിനോണ്ട് തൊപ്പി ഉണ്ടാക്കി നമ്മുടെ പോലീസുകാരാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ പ്ലാവ് മുഖേന അയൽവാസിക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് ഇടപെടുക തന്നെ ചെയ്യും. അത് പറയുകയാണെങ്കിൽ അത് ക്ഷുദ്രന്മാരുടെയും വിവരദോഷികളുടെയും ഭാഷ മാത്രമാണ്. മാത്രമല്ല ഞാൻ ഓർമ്മിപ്പിക്കുന്നു, പോലീസുകാർ മരം വെട്ടുകാരല്ല. അതുപോലെ തന്നെ പോലീസുകാരെ ഭയന്ന് ആരും ഇതുവരെ മരമോ മരത്തിന്റെ കൊമ്പോ വെട്ടാറില്ല മാധവ്. എന്റെ അയൽവാസി ഒരു പ്ലാവ് നടുകയും അത് മുഖേന എന്റെ ജീവിതത്തിനെയോ അല്ലെങ്കിൽ എന്റെ വീടിനെയോ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് ഇടപെടുകയും ആ പ്ലാവ് മുറിച്ചു മാറ്റുകയും ചെയ്യും. ചെറിയ നമുക്കൊരു സോങ്ങിലേക്ക് കിടക്കാം. മാധവ്, ടേക്ക് ഇറ്റ് ഫ്രം മീ. എന്റെ പ്ലാവല്ല, അതിന്റെ കൊമ്പ് പോയിട്ട് ചില്ല പോലും വെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. അത് മുറിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരും. എടാ, നിന്നെ പോലൊരു കിഴങ്ങനെ ഫ്രണ്ടാക്കി എന്നെ പറഞ്ഞാൽ മതി. ഞാനില്ലെങ്കിൽ ഷോ നടക്കില്ലായിരുന്നു. നീയാടാ കിഴങ്ങൻ. ഞാനില്ലേ കാണാറുണ്ട്. എന്ത് കാണാനടാ? നീ എന്തുണ്ടാക്കി? മാധവ് ഇവിടെ നിന്നാ മതി.
അതെന്താ കൂടെ വന്ന കണ്ട് മൂക്കി കെറ്റി കളയൂ. ആ മുറിപ്പിക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. അച്ഛൻ വാ, ഹ. നിങ്ങൾ ഇവിടെ നിൽക്കുക, ആ, ഞങ്ങൾ പോയി. ഞങ്ങൾ കമ്മിറ്റി കൂട്ടിയിട്ട് നേരിട്ട് വരുന്ന വഴിയാ. ഇരിക്കൂ. ചായ ഒന്നും വേണ്ട. അതുമല്ല, അയൽപക്കക്കാരുടെ മുമ്പിൽ ആകെ അങ്ങ് പൊട്ടയായിരിക്കുമല്ലേ. ആ മനപ്രയാസത്തിനിടയിലാന്നോ ചായ. മിസ്റ്റർ ജെറി, ഈ കോളനിയിൽ ഇങ്ങനൊരു ഇഷ്യൂ ആദ്യമായിട്ടാ. ഒത്തുതീർപ്പിന് വന്ന ആളെ ഭാഗം പറയാൻ പാടില്ല. എന്നാലും പറയും, ഇതെന്താ ഈ കൊച്ചനാണോ പ്ലാവിന്റെ കൊമ്പ് അങ്ങോട്ട് ചരിച്ചു വെച്ചത്? അല്ലെങ്കിൽ കിട്ടുന്ന വിലയ്ക്ക് അങ്ങ് വിറ്റേച്ച് പോണോന്ന്. ബിൽഡേഴ്സ് നല്ല ഉദ്ദേശത്തിലാ ലാൻഡിലെ മരങ്ങൾ വെട്ടാതിരുന്നത്. അതിപ്പോ ഇങ്ങനെയോ ആയി. അതുമല്ല ചേച്ചി, ഈ കോളനിക്കാരുടെ മുമ്പിൽ ഞങ്ങളെ അവര് വഴക്കാളികളാക്കി. അതൊന്നും സാരമില്ല, നമുക്കൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമല്ലോ. അതിപ്പോ അപ്പുറത്തുള്ള അയാൾക്ക് കൂടെ അറിയണ്ടായോ? ഞങ്ങളുടെ ഒരു റിക്വസ്റ്റാ, അങ്ങോട്ട് ചാഞ്ഞു നിൽക്കുന്ന കൊമ്പങ്ങ് മുറിച്ചേക്ക്. ഇത് കോളനിക്കാരുടെ മൊത്തത്തിലുള്ള റിക്വസ്റ്റ് ആണെന്ന് വെച്ചു. ഒരുത്തനെയും പേടിച്ചിട്ടൊന്നുമല്ല, നിങ്ങളോട് റെസ്പെക്ട് ഉണ്ടല്ലോ. മുറിച്ചേക്കാം, കൊമ്പല്ല മരം തന്നെ മുറിച്ചേക്കാം. താങ്ക് യു, താങ്ക് യു ജെറി, താങ്ക് യു. നമുക്കിറങ്ങാം. പുള്ളിയൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ സെക്രട്ടറി, ഒരുത്തിനെ നോക്കിയിട്ടല്ല എന്നുള്ള അവന്റെ ആ ഉടക്ക് വർത്തമാനമുണ്ട്, അതെനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല. എന്താ അസോസിയേഷൻ പറഞ്ഞിട്ടാ മുറിക്കുന്നത്, അല്ലാതെ ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാലും മുറിക്കുന്ന പ്രശ്നമില്ല. എനിക്ക് ഒരുത്തന്നെ ഔദാര്യം വേണ്ട. ഞാൻ ഞാൻ എന്റെ മര്യാദയുടെ പുറത്താണ് നിങ്ങൾക്ക് പരാതി എന്ന്. അല്ലാണ്ട് ഇത് വെട്ടിപ്പൊളിച്ചുകളയാൻ എനിക്കറിയാൻ വളഞ്ഞിട്ടുള്ള. ഇതൊക്കെ കണ്ടോ? ഇതൊക്കെ എത്ര കാലം വെച്ചിട്ടാ സഹിക്കുക? പിന്നല്ലാതെ ശരി. അവളതെല്ലാം കൂടി ഇങ്ങോട്ട് വലിച്ചെറിയുന്നു. അവിടെ ഞാൻ നീ ഇങ്ങോട്ട് മാറി. സെക്രട്ടറി, ഇപ്പൊ ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പിൻവലിക്കുക. എന്റെ പ്ലാവ് ഒരു കാരണവശാലും ഞാൻ മുറിക്കുന്നില്ല. മാത്രമല്ല, വെട്ടാൻ വരുന്നവന്റെ കാര്യം വിട്ടു. അസോസിയേഷൻ അറിയിക്കാനല്ലേ ഞാനും അറിയിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ എന്റെ വഴിയും കൂടെ. നിങ്ങൾ എന്തു വേണേ ചെയ്തു, എങ്ങനെ വേണേ ചെയ്തു, പക്ഷെ പ്രശ്നം ഉണ്ടായ അസോസിയേഷൻ ഇടപെടും. ഈ വെട്ടുകുത്തും കലഹമൊക്കെ ഉണ്ടാകുന്നതിനെക്കാട്ടും നല്ലത് എത്രയും പെട്ടെന്ന് കിട്ടുന്ന വിലയ്ക്ക് ഇതൊക്കെ വിൽക്കുന്നത്. ഞാൻ പറഞ്ഞേ എല്ലാവരും വീട്ടിൽ പോകണം. എല്ലാരോടും എന്റെ തലേക്ക് എന്തിനാ? ഹലോ, ജമോൻ സാറല്ലേ? ആണെന്നാണ് എല്ലാവരും പറയുന്നത്. എടാ, നീയൊക്കെ കാരണം ആ സ്പോൺസർ ആകെ വയലന്റ് ആയിട്ടിരിക്കുക. അറിയോ, ഈ ഷോ അബ്രപ്റ്റ് ആയിട്ട് നിർത്തിയാണ്. എന്താ സ്പോൺസേഴ്സിനോട് പറഞ്ഞേക്ക് ജെറി ഹലോ എഫും വിട്ടെന്ന് എന്റെ റെസിഗ്നേഷൻ സാറിന് മെല്ലെ ഞാൻ അവിടെ നിൽക്കുന്നില്ല. ഇവന്റെ കൂടെ ഇനി ആര് വർക്ക് ചെയ്യാനാ? എടാ മക്കളെ, ചേട്ടനൊന്ന് പറയട്ടടാ. നിന്റെ ഒപ്പം ഇനി ആര് വർക്ക് ചെയ്യൂടാ? അയ്യോ, ഞാൻ ജിഞ്ചറി പോടാ, ഞാൻ ഓറഞ്ച് പോടാ, നിന്റെ ഓറഞ്ച് പുളിക്കും, നിന്റെ ജിഞ്ചർ കൈക്കൂടാ. ഒരു കാരണവശാലും ഇവർക്ക് വിട്ടുകൊടുക്കാൻ പിന്നെ അറിയില്ലെന്നെ. എന്താ നീ നീ വന്നേ. അതെ, സ്വന്തം വില്ലകളാ. അപ്പൊ നിങ്ങൾ ആ വില്ല വാങ്ങുമ്പോഴേ അവിടെ പ്ലാവ് ഉണ്ടായിരുന്നല്ലോ അല്ലേ? പ്ലാവ് ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ചില്ല ഈ മാധവിന്റെ. അങ്ങനെ പറയരുത്. ഇനി മുതൽ മാധവ് എന്ന് പറയുന്ന ആളില്ല, അത് തീർന്നു. എതിർകക്ഷി, മനസ്സിലായോ? ഈ എതിർകക്ഷിയുടെ മുറ്റത്തേക്ക് ഒരു കൊമ്പ് ചാഞ്ഞ് നിപ്പുണ്ടായിരുന്നു. അതിൽ നിന്ന് ചില ഇലകളും മറ്റും മാധവിന്റെ എതിർകക്ഷിയുടെ മുറ്റത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. കുറച്ച് ഇലയൊന്നും അങ്ങോട്ട് വീണിട്ടില്ല. അതെല്ലാം എതിർകക്ഷി കെട്ടിച്ചു വെച്ചതാണ്. സാറേ, എന്തൊക്കെയായാലും ശരി, അത് സുപ്രീം കോടതി വരെ പോയാലും ശരി, അവനെന്റെ ഒരു ചില്ല പോലും മുറിക്കാൻ പാടില്ല. ഞാൻ എത്ര കാശ് വേണം ചെലവാക്കാം, ഇതെന്റെ അഭിമാന പ്രശ്നമാണ്. സാറേക്ക് നാളെ തന്നെ സ്റ്റേ ഓർഡർ വാങ്ങിച്ചു തരണം. അതെല്ലാം എനിക്ക് വിട്ടേരെ. എന്തായാലും ഞാൻ 2 ദിവസത്തിനുള്ളിൽ വീട്ടിലോട്ട് വരാം. വേണമെങ്കിൽ പ്ലാവിന് പ്രൊട്ടക്ഷൻ കൊടുക്കാം. പിന്നെ പീസിന്റെ കാര്യം അത് ഗുമസ്തം പറഞ്ഞു കാണൂലല്ലേ? അത് മൊത്തം വേണോ? പറഞ്ഞത് മുഴുവനും കൊണ്ടുവരണം കേട്ടോ. ഓ ആ, പറഞ്ഞു.
ജെറി എന്തൊരു സൗണ്ട്? ഇടിയപ്പൻ ഇടിയപ്പൻ പ്ലാവ് മുറിക്കുന്നതാ. അയ്യോ ഇതിനെ കാലിയാൻ പറ്റൂടാ. രാത്രി പ്ലാവ് മുറിക്കുന്നു. ഇങ്ങോട്ട് വാടോ. എന്താ ഇതിന് മേലെ ഒരു ആള്. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക. ഇത് എന്തൊരു ശല്യമായി പോയി. ഞാൻ അന്നേ പറഞ്ഞില്ലേ യവന്മാരെ ഇവിടുത്തെ താമസിപ്പിക്കരുത്. കണ്ടില്ലേ രാത്രിയിൽ മനുഷ്യൻ ഇറങ്ങും. ഞാനിവിടെ ഇവിടെ താമസിക്കാൻ പറ്റില്ല. അത് ശരി, നീ ആളെ വിട്ടതല്ലേ? യോഞ്ഞ വരം പെട്ടാറേ, എനിക്ക് വേറൊരുത്തന്റെ സഹായം വേണ്ട. രണ്ട് ദിവസത്തിലെ അത് വെട്ടിയിരിക്കും. അതൊക്കെ തോന്നലാ മാധവ്. തോന്നലൊന്നുമല്ല. വെട്ടുമെന്ന് പറഞ്ഞാ വെട്ടും. അതെ ആ കുട്ടി വെട്ടാത് നമുക്ക് പോലെ സഖി കെട്ടു. രണ്ടു കൂട്ടരും വീടും വിറ്റിച്ചു പോകുന്നതാ കോളനിക്ക് നല്ലത്. നിങ്ങൾക്ക് ഇതെന്തിനു കേടാന്ന് മനുഷ്യ? വല്ലവന്റെ വാക്ക് കേട് ഇപ്പൊ അകത്ത് കിടന്നേനെ. നിങ്ങളെ പോലത്തെ രണ്ടെണ്ണത്തിന് വെച്ച് ആ സ്ഥാപനം നടത്തി എടുക്കാൻ നല്ലതേ അകത്ത് പോയി കിടക്കണതാ. ആ FM കാട്ടി നല്ല ചെയ്യില്ല. 3 നേരം ആഹാരം കിട്ടും, ചെയ്യുന്ന ജോലിക്ക് ശമ്പളവും കിട്ടും. ഈ പ്ലാവേല എന്റെ FM ഭാവി. ഇത്രയും നാളും കയ്യാലെ പുറത്തായിരുന്നു, ഇപ്പൊ ഈ പ്ലാവിലായ. മോനെ ജെറി, ചേട്ടനോട് കരുണ കാണിക്കണം. നാളെ തന്നെ നിങ്ങളൊന്ന് FM വാ. ഒന്ന് വാടാ. ജയമോഹൻ സാർ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇയാളുടെ കൂടെ വർക്ക് ചെയ്യാൻ ഇനി ജെറിയെ കിട്ടില്ല. ഈ പറഞ്ഞ ഇയാളില്ലെങ്കിൽ കാണായിരുന്നു നിന്റെ ഒക്കെ കല്യാണം. എന്നെ കൂടെ ഒന്ന് പറയിപ്പിക്കരുത്. അങ്ങനെ പറഞ്ഞു കൊടുക്കുക നീ. എനിക്ക് താല്പര്യമില്ല. വരുന്നല്ലോ നീ പോടി. അന്നാന്നല്ല അന്നാന്ന ഇവളെയൊക്കെ വിളിക്കണ്ടേ. അവനെ ചെറിയുന്നല്ല. നല്ല ഉറുമ്പിന്റെ കടി കിട്ടിയിട്ടുണ്ട്. നീ ഇപ്പൊ എന്ത് ചെയ്യടാ? ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ പോ. എന്തേ വിശക്കണല്ലേ? ഓ അവിടെ ചെക്ക് എടുക്കൂലല്ലേ? നല്ലൊരു ചക്ക പഴുത്തൊക്കെ ഉണ്ടായിരുന്നു. മര്യാദക്ക് അത് തിന്നാ മതിയായിരുന്നു. പട്ടിണി തന്നെ.